ഹലോ ഹായ് ഫ്രണ്ട്സ്, അഷ്ടമുടിവെൽനസിൻ്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അഷ്ടമുടിയുടെ കൊട്ടാരക്കര ബ്രാഞ്ചിലാണുള്ളത്. ഒരു ക്രിസ്ത്യൻ ബ്രൈഡൽ മേക്കപ്പാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മുടെ ബ്രൈഡിൻ്റെ പേര് ആനി. നമ്മൾ സ്ഥിരമായിട്ട് കൂടുതൽ വീഡിയോസും പോസ്റ്റ് ചെയ്ത ഹിന്ദു വെഡ്ഡിങ്സ് ആയിരുന്നു. ഇപ്പോൾ ക്രിസ്ത്യൻ വെഡ്ഡിങ്സ് നമ്മൾ വളരെ സട്ടിലായിട്ടുള്ളൊരു മേക്കപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഒത്തിരി ഫ്ലാഷി ആയിട്ടുള്ളൊരു മേക്കപ്പ് അല്ല, ബട്ട് ഒരു സിമ്പിൾ എലഗൻറ്റ് മേക്കപ്പ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കുറച്ചൊരു എനിക്ക് ചെറുതായിട്ട് കൺസീലിങ് അണ്ടർ ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, അതൊന്ന് കൺസീൽ ചെയ്യാണ്. നിങ്ങൾ മേക്കപ്പിലൊക്കെ എന്തെങ്കിലും പ്രോഡക്റ്റിനെ പറ്റിയൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുടെ വാട്സപ്പ് നമ്പറും കൊടുത്തിരിക്കുക, അതിനകത്ത് വാട്സപ്പ് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മളത് കൺസീലിംഗ് ചെയ്തതിന് ശേഷം അതൊന്ന് ഫിക്സ് ചെയ്യുകയാണ്. നമ്മൾ ഫിക്സിംഗ് പൗഡർ ഉപയോഗിച്ചിട്ട് മാക്കിൻ്റെ NC40 ഉപയോഗിച്ചിട്ടാണ് അത് ഫിക്സ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഐലിഡിൽ നമ്മൾ ഐ പ്രൈമർ യൂസ് ചെയ്യുകയാണ്. ഐ പ്രൈമർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഐ ഷാഡോയിലേക്ക് പോകുക. വളരെ സട്ടിലായിട്ടുള്ള ഒത്തിരി ഫ്ലാഷി ഐ ഷാഡോസൊന്നും അല്ല യൂസ് ചെയ്യുന്നത്. ഒരു വളരെ ലൈറ്റ് റോസിൻ്റെ ഒരു ഷെയ്ഡാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹ്യുദ ബ്യൂട്ടിയുടെ റോസ് ഗോൾഡ് പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഐ ഷാഡോ യൂസ് ചെയ്യുന്നത്. നമ്മൾ മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി കളർ കൂട്ടുകയോ അല്ലെങ്കിൽ എന്താ പറയുക ഒത്തിരി വെളുപ്പിക്കുക എന്നുള്ളതല്ല. നമ്മളുടെ ഒരു നാച്ചുറൽ ലുക്കിൽ നമ്മളെ ഫീച്ചേഴ്സിനൊക്കെ ഹൈലൈറ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. അതിനിടെ ഐബ്രോസ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സ്കാൻഡി ആയിട്ടുള്ള ഐബ്രോസാണ്. ഷേപ്പിലൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പ്രോമിനൻ്റ് ആയിട്ട് വരയ്ക്കുകയല്ല, നാച്ചുറലായിട്ട് ആ ഐബ്രോസിനെ ഒന്ന് നിർത്താൻ നല്ല ഷേപ്പ് കൊടുക്കുക. ബിക്കോസ് ഐബ്രോസ് നമ്മൾ ഈ വില്ല് പോലെ പുരുക്കെന്നൊക്കെ പറയുന്ന പോലെ അതിനൊരു നല്ല പ്രോപ്പർ ഷേപ്പിലേക്ക് എത്തിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഭംഗിയായിരിക്കും. ഇപ്പോൾ ഐബ്രോസ് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. കുറച്ച് സ്കാൻഡി ആയിട്ടാണ്, ഒരു ബിഗിനിങ്ങിൽ കുഴപ്പമില്ല, അതിനുശേഷം ടുവേഴ്സ് മിഡ് ടു എൻഡ് വന്നിട്ടൊരു സ്കാൻഡി ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, ഐബ്രോസിന് ഷേപ്പ് കൊടുക്കുക. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. PACയുടെ പ്രോഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. PACയുടെ ഐബ്രോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. സോ നൗ യു ക്യാൻ അപ്രീഷിയേറ്റ് ദ ഡിഫറൻസ്. നമ്മളെന്താ ചെയ്തിരിക്കുന്നത്, ഐബ്രോസിൽ വന്നിട്ട് നമ്മൾ മറ്റേ സൈഡിലുള്ള പുരുകം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പം നമ്മൾ പുരുകം മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് ചിലപ്പോൾ തോന്നും. പക്ഷേ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ, ഫൈനൽ ലുക്കിൽ നിങ്ങൾ നോക്കുമ്പോൾ ടോട്ടാലിറ്റിയിൽ ഇറ്റ് ലുക്സ് വെരി നാച്ചുറൽ. ഇപ്പോൾ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റില്ല, ഐബ്രോസിൻ്റെ ഷേപ്പിൽ എത്ര വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്നുള്ളത്. നമ്മൾ ഐബ്രോസ് ചെയ്യുന്നതിലാണ് പെർമനൻറ്റ് മേക്കപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഐബ്രോസിൽ ഈ പെർമനൻറ്റ് മേക്കപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ എന്താ പറയുക മൈക്രോ ബ്ലേഡിംഗ് ആണ്. മൈക്രോ ബ്ലേഡിങ്ങിൽ നമ്മൾ പെർമനൻ്റായിട്ട് നമ്മൾ ഐബ്രോ ഷേപ്പിനെ കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാണാനുള്ള ഭംഗി ഒത്തിരി വ്യത്യാസം വരും. അപ്പോൾ റെഗുലർലി ഇപ്പം മേക്കപ്പ് ഒന്നും വേണ്ട, നമ്മൾ നല്ല രീതിയിൽ നല്ല പ്രോപ്പർ ഷേപ്പിൽ നമ്മൾ ത്രെഡിങ് ചെയ്താൽ പോലും നമ്മളുടെ ഫേസിന് ഒത്തിരി വ്യത്യാസമാണ് വരിക. സോ ഐബ്രോസിൻ്റെ ഇമ്പോർട്ടൻസ് മേക്കപ്പിൽ ഒത്തിരി കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ 2 ഐബ്രോസ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പം നമ്മൾ ഐബ്രോസ് മാത്രമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ് ലുക്സ് ലിറ്റിൽ കുറച്ച് കൂടുതലായ പോലൊക്കെ നിങ്ങൾ തോന്നും. പക്ഷേ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കും. ആൻഡ് ഐ ഷാഡോസ് ഞാൻ പറഞ്ഞില്ല, ഒരു റോസ് ഗോൾഡിൻ്റെ ഒരു ഷെയ്ഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഐ ഷാഡോസിൽ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊത്തിരി കൂടുതലായിട്ടൊന്നുമില്ല, വളരെ സട്ടിലായിട്ടുള്ളൊരു ഐ ഷാഡോസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഐലൈനർ ക്രിസ്ത്യൻ ബ്രൈഡൽ മേക്കപ്പ് ആകുമ്പോൾ ഐലൈനർ വളരെ മിനിമൽ ആണ്, വിങ്സ് ഒന്നും ഉണ്ടാവില്ല. വളരെ മിനിമലായിട്ടുള്ളൊരു ഒരു ഐലൈനറാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മേബ്ലിൻ്റെ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. മേബ്ലിൻ്റെ നമ്പർ 01 ജെറ്റ് ബ്ലാക്ക് ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഐലൈനർ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഷേപ്പ്, കണ്ണിൻ്റെ ഷേപ്പിനെ നമ്മൾ പ്രോപ്പറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വളരെ ഇപ്പം നമ്മൾ മുസ്ലിം ബ്രൈഡലിനോ അല്ലെങ്കിൽ ഹിന്ദു ബ്രൈഡ്സിനൊക്കെ ചെയ്യുന്ന പോലെ വിങ് ലൈനേഴ്സ് നമ്മൾ ക്രിസ്ത്യൻ ബ്രൈഡ്സിന് ചെയ്യാറില്ല. കുറേ പേര് നമ്മളെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾ ക്രിസ്ത്യൻ ബ്രൈഡ്സ് നിങ്ങൾ ചെയ്യാറില്ലേ? ക്രിസ്ത്യൻ ബ്രൈഡ്സ് ആക്ച്വലി ക്രിസ്ത്യൻ ബ്രൈഡിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും, അല്ലെങ്കിൽ മേക്കപ്പ് എവറിത്തിങ് റിമൈൻസ് ദ സെയിം. മേക്കപ്പിൻ്റെ ഫണ്ടമെൻറ്റൽസ് എന്ന് പറഞ്ഞാൽ ഫോർ എവറി മേക്കപ്പ് ഇസ് ദ സെയിം.
നമുക്ക് ആ ബേസിക്സ് കറക്റ്റ്. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ഇപ്പോൾ കണ്ണ് ചെയ്യുമ്പോൾ നമ്മൾ വിങ് ലൈനേഴ്സ് യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർ ഷേപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ വിങ് ലൈനേഴ്സ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി ഫ്ലാഷി കളേഴ്സ്, ബിക്കോസ് കോസ്റ്റ്യൂം വന്നിട്ട് എപ്പോഴും വൈറ്റ് ഓഫ് വൈറ്റ് കളേഴ്സ് ആകുമ്പോൾ നമുക്കതിൽ ഫ്ലാഷി കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറില്ല ഐ ഷാഡോ യൂസ് ചെയ്യുമ്പോൾ. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളാണ്. അതർവൈസ് ഓൾ ദ മേക്കപ്സ് റിമൈൻസ് ദ സെയിം. നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഏത് മേക്കപ്പ് നിങ്ങൾ കൊടുത്താലും, ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ മേക്കപ്പ് അല്ലെങ്കിൽ നൂഡ് മേക്കപ്പ് അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഇല്ല. എല്ലാം ഡിപ്പെൻസ് അപ്പോൺ ദ കോസ്റ്റ്യൂം ആൻഡ് ഡിപ്പെൻസ് അപ്പോൺ ദ ഒക്കേഷൻ. നമ്മൾ മേക്കപ്പിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുത്തുക, ചെറിയ വ്യത്യാസങ്ങളാണ് വരുത്തുക. സോ അപ്പം ആൾക്കാർ പല ടെർമിനോളജി പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയില്ല, എല്ലാം മേക്കപ്പിൻ്റെ ബേസിക്സ് വന്നിട്ട് എവറിത്തിങ് റിമൈൻസ് ദ സെയിം. ഇപ്പം നമ്മൾ ഒരു കോണ്ടോറിങ് ചെയ്യുകയാണ്, പൗഡർ കോണ്ടോറിങ് ആണ് ചെയ്യുന്നത്. ആസ് ഐ ടോൾഡ് യു ഏർലിയർ, എവറിത്തിങ് റിമൈൻസ് ടു ദ ബേസിക്സ്, സ്റ്റിക്ക് ടു ദ ബേസിക്സ്. വളരെ സട്ടിലായിട്ടുള്ള മേക്കപ്പാണ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക്സും മോസ്റ്റ് ഓഫ് ദ ടൈം വി ഗോ ഫോർ എ ന്യൂഡ് ഷെയ്ഡ്സ്, ബിക്കോസ് നമ്മൾ വളരെ പ്ലെയിൻ സാരി ഒക്കെ ഓഫ് വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് കളേഴ്സ്, അല്ലെങ്കിൽ നൗ ഡേയ്സ് കുറച്ചൊരു ഗ്രേ കളർ കുറച്ച് ട്രെൻഡി ആയിട്ട് വരുന്നുണ്ട്. സോ എനിത്തിങ് ലിപ്സ്റ്റിക്ക് നമ്മൾ ഒത്തിരി കളർഫുള്ളായിട്ടുള്ള ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ ഒത്തിരി പോപ്പ് ചെയ്ത് നിൽക്കും. അപ്പോൾ വളരെ സട്ടിലായിട്ടുള്ള ന്യൂഡ് കളേഴ്സ്, ന്യൂഡ് ഷെയ്ഡ്സാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നത്. നമ്മൾ കുറച്ചൊരു ബ്രൈറ്റ് ഷെയ്ഡ്സ്, ന്യൂഡ് ഷെയ്ഡ് കംപ്ലീറ്റ്ലി ന്യൂഡല്ല, ചെറിയൊരു ബ്രൈറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്താൽ നമ്മൾ കളർ കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഐലൈനർ യൂസ് ചെയ്തിട്ടില്ല, നമ്മൾ ലിപ്സ്റ്റിക് ഷെയ്ഡ് വെച്ചിട്ട് തന്നെയാണ് ലിപ്പ് ലൈൻ ചെയ്തിരിക്കുന്നത്. ഐലൈനർ അല്ല, ലിപ്പ് ലൈനർ നമ്മൾ നമ്മുടെ ലിപ്സ്റ്റിക് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് ഡാർക്ക് ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ മേക്കപ്പ് ലുക്ക് ഒത്തിരി നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഫ്ലാഷി ആയിട്ടുള്ള ലുക്കൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇറ്റ് ലുക്സ് ഓൾമോസ്റ്റ് നാച്ചുറലായിട്ടാണ്. അതേ നമ്മൾ ഷെയ്ഡ് ഒരു ഷെയ്ഡ് നമ്മൾ അപ്പാക്കിയിട്ടുണ്ട്, എന്നല്ലാണ്ട് കൂടുതലായിട്ട് നമ്മൾ കളറിനെ ഒത്തിരി കൂട്ടാൻ നോക്കിയിട്ടില്ല. ബട്ട് കളർ കൂട്ടിയെന്നൊരു ഫീലും വരത്തില്ല, ബിക്കോസ് നമ്മുടെ പ്രോഡക്റ്റ് അത്രയും നല്ല പ്രോഡക്റ്റ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്, ഒട്ടും പാച്ചി അല്ലാതെ വളരെ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട് പ്രോഡക്റ്റ്. മേക്കപ്പിൻ്റെ തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ബ്ലെൻഡിങ്. ഇപ്പോൾ നമ്മൾ നോസിനെ ഒന്ന് കോണ്ടോർ ചെയ്യുകയാണ്, പൗഡർ കോണ്ടോറിങ് ആണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള നോസാണ് ആനിയുടെ. അതിന് നമ്മളൊന്ന് ഷേപ്പിനെ കറക്റ്റാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും, നോസ് നല്ല ഷാർപ്പായിട്ടുണ്ട്. ആൻഡ് അതിനെ നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി നമ്മൾ ഹെയർ ആണ് ചെയ്യുന്നത്. ആനിയുടെ ഹെയർ വന്നിട്ട് വളരെ ലെങ്ത്തൊക്കെ വളരെ കുറവാണ്, തിക്നെസ്സും കുറച്ച് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഫേസിൻ്റെ ഓവൽ ഷേപ്പിനെ നമ്മളൊന്ന് കറക്റ്റ് ഓവൽ ഷേപ്പിൽ കൊണ്ടുവരാനായിട്ട് പഫ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, ബിക്കോസ് ബൺ ചെയ്യണമെങ്കിൽ ലെങ്ത്ത് വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കളേർഡ് ആയിട്ടുള്ള ഹെയർ വന്നിട്ട് എക്സ്റ്റൻഷനാണ്. അപ്പോൾ അതിൽ നമ്മൾ ബൺ ചെയ്തിട്ട് ഒരു പ്രോപ്പർ ഒരു ഹെയർ സ്റ്റൈൽ നമ്മൾ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ എക്സ്റ്റൻഷനും മറ്റേത് നാച്ചുറൽ ഹെയർ ആണ്, അപ്പോൾ അത് ലെങ്ത്ത് കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മൾ എക്സ്റ്റൻഷനും കൂടെ വെച്ചിട്ട് ബൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഹെയർ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ഒരു അൺഈവൻ ലുക്കിലുള്ളൊരു ഹെയർ സ്റ്റൈലാണ് ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മേക്കപ്പ് നോക്കിക്കഴിഞ്ഞാൽ വളരെ സട്ടിലായിട്ട്, എന്നാൽ ഫീച്ചേഴ്സിനൊക്കെ പ്രോമിനൻ്റ് ആയിട്ട് നോസ് ആണെങ്കിലും കണ്ണുകളാണെങ്കിലും ഐബ്രോസ് ആണെങ്കിലും ലിപ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ പ്രോപ്പർലി അതിന് ഷേപ്പിനെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഫ്ലാഷി ഇപ്പം ഐ ഷാഡോസ് ഞാൻ ആദ്യം പറഞ്ഞാൽ റോസ് ഗോൾഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റോസ് ഗോൾഡ് ഷെയ്ഡാണ്, വളരെ നന്നായിട്ടുണ്ട്. ആൻഡ് ഒരു സിമ്പിൾ എലഗൻ മേക്കപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം ബ്ലഷറും വളരെ ലൈറ്റായിട്ടാണ് ബ്ലഷർ യൂസ് ചെയ്യുന്നത്. മാക്കിൻ്റെ പ്രോഡക്റ്റാണ് നമ്മൾ ബ്ലഷർ യൂസ് ചെയ്തിരിക്കുന്നതിനകത്ത്. നമ്മൾ മസ്കാര, മാക്കിൻ്റെ തന്നെ മസ്കാര യൂസ് ചെയ്യുകയാണ്. മസ്കാര ഒത്തിരി ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് മേക്കപ്പ് ചെയ്യുമ്പോൾ. കണ്ണിനൊരു എക്സ്ട്രാ ഭംഗി കൊണ്ടുവരാൻ മസ്കാര ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് മസ്കാര. ആൻഡ് ആപ്ലിക്കേഷനും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് നമ്മൾ നമ്മൾ ഇതിൻ്റെ എന്താ പറയുന്നത് ലാഷിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഹൈലൈറ്റർ യൂസ് ചെയ്യാണ് നമ്മൾ. ഹൈലൈറ്റിങ് ഏരിയയിൽ വളരെ ലൈറ്റായിട്ട്, അപ്പം നമ്മുടെ ആ ഒരു
ചീക്ക് ബോണിനെയൊക്കെ വളരെ പ്രോമനൻ്റായിട്ട് നമ്മൾക്ക് എടുത്തറിയുന്ന രീതിയിൽ നമ്മൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഹൈലൈറ്റേഴ്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുമ്പോൾ സ്പ്രെഡ് ആവാൻ പാടില്ല. കറക്റ്റ് ആ ഹൈലൈറ്റിംഗ് ഏരിയയിൽ തന്നെ നമ്മളത് ഹൈലൈറ്റർ ആപ്ലിക്കേഷൻ ചെയ്യുക. ഇപ്പം നമ്മുടെ മേക്കപ്പൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ചെയ്തു. നമ്മളിപ്പം അത് ഫിക്സ് ചെയ്യാണ്. മാക്കിൻ്റെ NC42 ആണ്, NC40 ആണ് നമ്മൾ യൂസ് ചെയ്ത് ഫിക്സ് ചെയ്യാനായിട്ട്. ഇത് പ്രസ് പൗഡറാണ്. ഇപ്പോൾ മേക്കപ്പ് എല്ലാം ഫിനിഷായി. ഞാൻ ആദ്യം പ്രോമിസ് ചെയ്ത പോലെ തന്നെ വളരെ ലൈറ്റായിട്ട് ഒരു ക്രിസ്ത്യൻ ബ്രൈഡൽ മേക്കപ്പ്. കുറേ പേര് നമ്മുടെ ചോദിക്കുന്നുണ്ടായിരുന്നു ക്രിസ്ത്യൻ ബ്രൈഡൽ മേക്കപ്പിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സോ ഇത് ടോട്ടൽ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഞാൻ പ്രോഡക്റ്റും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ആൻഡ് വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലൊക്കെ വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു ഫിനിഷാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഹായ്, എൻ്റെ പേര് ആനി. ഞാൻ ആക്ച്വലി അഷ്ടമുടിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്ന ദുബായിൽ ഉള്ളപ്പോഴാണ്. നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, കുറേ വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ആകെ ഉണ്ടായിരുന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറേ ഡിസ്റ്റൻസിലായിരുന്നു. താങ്ക് ഗോഡ് ലാസ്റ്റ് ഫെബ്രുവരിയിൽ നിങ്ങൾ കൊട്ടാരക്കര ഓപ്പൺ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റി. അടുത്ത് തന്നെയാണ്, ആക്സസ് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. ആൻഡ് ബിഗ് ഡേ ആണ്, സോ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. ബട്ട് ട്രസ്റ്റ് മീ, ഇറ്റ് വാസ് സോ ഗുഡ്. എല്ലാ സ്റ്റാഫ്സും ഉണ്ടായിരുന്ന ചെയ്തവരെല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ എം സോ ഹാപ്പി, എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ്. താങ്ക് യു സോ മച്ച്.